സമ്മേളനത്തെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു പ്രതിഫലനമാണ് ഈ സമ്മേളനം. കാരണം പലപ്പോഴും അപര സമൂഹങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലായിടത്തും പലപ്പോഴും വംശവിച്ഛേദനത്തിന് വിധിക്കപ്പെട്ടവരാണ്, വെറുപ്പിന് പാത്രീകരിക്കപ്പെട്ടവരാണ്, തുടച്ചു നീക്കലിനും തുരത്തി ഓടിക്കലിനും വിധേയമാക്കപ്പെട്ടവരാണ്. പുരാതന കാലം മുതലേ ഇങ്ങനെ പലപ്പോഴും ശ്രേഷ്ഠമെന്ന് പറയുന്ന മഹത്വമെന്ന് കൽപ്പിക്കപ്പെട്ടതിൻ്റെ എതിരായി നിൽക്കുന്നവരായിട്ട് അവരെ കൽപ്പിച്ചുകൊണ്ട് മനുഷ്യ പദവികളോ സാമൂഹ്യ പദവികളോ രാഷ്ട്രീയ പദവികളോ കൊടുക്കാതിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ വലിയ തുടർച്ചയിലാണ് അപരർ എന്നുള്ള സങ്കല്പം വന്നെങ്കിൽ ഇന്ന് അതിൻ്റെ അർത്ഥം വളരെയധികം വിപുലമായിട്ടുണ്ട്. പലപ്പോഴും കഴിഞ്ഞ കാലഘട്ടത്തിൽ ജാതി സമൂഹങ്ങളായിരുന്നു ഇന്ത്യയിൽ, വിവിധ കീഴ്ജാതി വിഭാഗങ്ങളോ ആദിവാസി വിഭാഗങ്ങളായിരുന്നു അപരരായിട്ട് ചിത്രീകരിക്കപ്പെട്ടെങ്കിൽ പിന്നീട് വന്നപ്പോഴത്തേന് ന്യൂനപക്ഷങ്ങൾ അപരരായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ലോകവ്യാപകമായി തന്നെ അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ, തൊഴിലില്ലാത്തവർ, അങ്ങനെ പല വിഭാഗങ്ങൾ അപരവൽക്കരിക്കപ്പെടുകയും ദേശീയമായ പലപ്പോഴും യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വെള്ള ആൾക്കാർ, വെളുത്തവരുടെ ഒരു അപരരായിട്ട് മറ്റുള്ളവർ മാറുകയൊക്കെ ചെയ്യുന്ന വളരെ സങ്കീർണമായൊരു ലോകത്ത് അപരദർശനം എന്ന് പറയുന്ന അപരപ്രിയം എന്ന കാഴ്ചപ്പാടിന് പ്രശസ്തമായ ലോകത്തിലുള്ള ഒരു പ്രാധാന്യം ലോകത്തിൽ തന്നെ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചതിൽ ഇങ്ങനെയുള്ള ഇന്ന് പ്രസൻറ്റ് കാലഘട്ടം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെപ്പറ്റി ഒരു ഓർമ്മ പുതുക്കലല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്, മറിച്ച് ഓർമ്മയുടെ ഒരു പുനർരൂപീകരണമാണ് നടക്കുന്നത്. കാരണം അദ്ദേഹത്തെപ്പറ്റിയുള്ള ഓർമ്മകൾ കേരളത്തെ സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ആ ഓർമ്മകളെ വീണ്ടും ഒന്ന് ഓർമ്മിക്കുകയാണ്. ഒന്നാമതേ കൂടി ഓർമ്മിക്കുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നതിന് കാരണം ഇന്നത്തെ സാമൂഹ്യ സംഘർഷങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങളാണ് നമ്മളെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനൊരു പ്രത്യേകത വരുന്നത്, വ്യത്യാസം എന്താണ് വരുന്നത്? ഇപ്പം ഇന്ത്യയിലെ ഋഷി പാരമ്പര്യം എന്ന് പറയുന്ന വളരെ പണ്ട് മുതലേ അനേകം ഋഷിമാരുണ്ട്, ജ്ഞാനികളുണ്ട്, ഹൈന്ദവ സമൂഹം നിർമ്മിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ദേശീയപ്രസ്ഥാന കാലത്താണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദേശീയപ്രസ്ഥാന കാലം രൂപപ്പെടുമ്പോൾ, അതായത് ഹൈന്ദവ നവോത്ഥാനം എന്ന് പറയുന്ന ഇന്ത്യൻ നവോത്ഥാനം രൂപപ്പെടുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഒരു അധപ്പതനം, ഇന്ത്യയിലെ ഭരിച്ചിരുന്ന വിഭാഗങ്ങളായ സവർണ വിഭാഗങ്ങളുടെ ഭരണ നേതൃത്വം ഉണ്ടായിരുന്നവർ ഭരണത്തിൽ നിന്ന് താഴെ പോയി, അവരുടെ വില പോയി. ബ്രിട്ടീഷുകാരൊക്കെ വന്നതോടുകൂടി വില പോയപ്പോൾ അവർ വീണ്ടും അവരുടെ അധികാരം തിരിച്ചു പിടിക്കാനായിട്ട് നടത്തിയ സമരങ്ങളും കൂടിയാണ് ദേശീയ പ്രസ്ഥാനം. അതുപോലെ തന്നെ ആ സമരത്തിലേക്ക് പല ഘടകങ്ങൾ കൂടി ചേർത്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നടന്നിട്ടുള്ള ഹിന്ദു മതത്തിലെ പുരോഗമനകാരികളോ അല്ലെങ്കിൽ അതിലെ ഉയർന്ന വിഭാഗങ്ങളോ നടത്തിയ പരിഷ്കാരങ്ങളെല്ലാം സവിശേഷമായ ചില സ്വഭാവം പുലർത്തിയിരുന്നു. ഒന്നത് മേന്മയായിട്ട് ആര്യൻ ദേശീയതയെ അല്ലെ പഴയ വേദകാല പാരമ്പര്യത്തെ അതിൻ്റെ പുനഃസ്ഥാപനം അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇന്നത്തെ കാലം മഹാമോശമായി മാറി, വിദേശ ശക്തികളും മോശപ്പെട്ട ഘടകങ്ങളും വന്നുകൊണ്ട് നമുക്കൊരു സുവർണ ഭൂതകാലമായിട്ട് വേദകാലത്തെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉള്ളവരായിരുന്നു അവരെല്ലാം. അതിനുവേണ്ടി വേദപുരാണ കാലഘട്ടങ്ങളെ പുനഃസ്ഥാപിച്ചു. പക്ഷേ ഈ പുനഃസ്ഥാപിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാര്യം, അവരവിടെ കണ്ടുപിടിച്ചൊരു ശത്രു കൂടുതലും ബ്രിട്ടീഷുകാരെക്കാളും കൂടുതൽ മുഗളന്മാരിലേക്കാണ് അവർ ശത്രുക്കളെ കണ്ടുപിടിച്ചത്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, പക്ഷേ വൈദേശിക ശക്തി അല്ലെ കൊളോണിയൽ ശക്തി നടത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നടത്തിയ ഒരു ഇൻവേഷൻ, അവർ കടന്നു വന്ന് ആക്രമിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് ഹൈന്ദവ സ്വഭാവമുള്ളവർക്ക് സംഘർഷപ്പെടാൻ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം, അവർ മതപരിവർത്തനത്തെ വളരെ ശക്തമായിട്ട് ഭയപ്പെട്ടു. ഇന്ത്യയിലെ ഒന്നാമത്തെ സെൻസസ് രൂപപ്പെടുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലായിരുന്നു. ദലിതരടക്കമുള്ള വിഭാഗങ്ങളെ, കാരണം ഹിന്ദുക്കളുടെ ശ്രേഷ്ഠ വിഭാഗങ്ങൾക്ക് ദലിതർ അവരുടെ ഒപ്പം കൂടണമെന്ന് അവർക്ക് ആഗ്രഹമില്ലായിരുന്നു.
കാരണം അവർ പണ്ട് പോലെ അപരിഷ്കൃതരാണ്, ശത്രുക്കളാണ്. സവർണരുടെ ശത്രുക്കളായിട്ട് കണക്കാക്കിയിരുന്ന വിഭാഗം ഹിന്ദു സമൂഹത്തിലേക്ക് വരണമെന്നില്ലായിരുന്നു അവർക്ക്. പക്ഷേ രണ്ടാമത്തെ സെൻസസ് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഹിന്ദു എന്ന് പറയുന്ന ഒറ്റ ശക്തിയില്ലെന്നും അല്ലെങ്കിൽ ഒറ്റ ഏക സ്വഭാവത്തിൽ ഒരു സാമൂഹ്യ വിഭാഗം നിലനിൽക്കുന്നതും അതിൽ ദലിതരും പിന്നോക്കക്കാരും അങ്ങനെ വളരെ പ്രശ്നമുള്ളവരുണ്ടെന്നും അവരെ ഹിന്ദുക്കളല്ലാതെ അവരെ പ്രത്യേക ഗണമായി കണക്കൊണ്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്ന ഭൂരിപക്ഷം സവർണരൊരു വളരെ ചെറിയൊരു ആയി മാറുകയെന്നും ഈ ന്യൂനപക്ഷം ആയവർക്ക് ഭൂരിപക്ഷമായ ഒരു വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യ അവകാശം അവരെ നയിക്കുന്നവരും അവരുടെ നാഥന്മാരാണ്, അവരുടെ പിതാക്കന്മാരാണെന്ന് അവർ പറയുന്ന ഒരു അധികാരശക്തി നഷ്ടപ്പെടുമെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തുകൊണ്ട് അവർ സെൻസസിലെ ജാതി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനെ തന്നെ തടഞ്ഞു, പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ. പക്ഷെ ഇതിന് കാരണം കൊളോണിയൽ ശക്തികളോടുള്ള വിരോധം മാത്രമല്ല, മറിച്ച് മതപരിവർത്തന ഭീതിയായിരുന്നു. മതത്തിലേക്ക് പോകുന്നു, വിവിധ മതങ്ങളിലേക്ക്, സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന ക്രിസ്തുമതത്തിലേക്കും മുസ്ലിം മതത്തിലേക്കും ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾ കഴിഞ്ഞ കൊളോണിയൽ കാലഘട്ടത്തിൽ വമ്പിച്ച രീതിയിൽ മതപരിവർത്തനം നടത്തിക്കൊണ്ട് ഹിന്ദുക്കളുടെ അകത്ത് ഈ ഹിന്ദുക്കളുടെ ശക്തി ക്ഷയിപ്പിക്കുന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഹിന്ദുക്കളെ ബ്ലോക്കിലേക്ക് ഹിന്ദുക്കളാക്കി മാറ്റുക എന്ന് പറയുന്നൊരു പ്രക്രിയയും കൂടെയാണ് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച കൊളോണിയൽ വിരുദ്ധ സമരഘട്ടത്തിൽ തന്നെ ശത്രുത കൂടുതൽ ഉൽപ്പാദിക്കപ്പെട്ടത് മുഗളന്മാരോടായിരുന്നു. മുഗളന്മാരുടെ ഒരുപാട് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. രജപുത്ര സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അവരെ കല്യാണം കഴിച്ചു, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, രാജാക്കന്മാരെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കൽപ്പിത കഥകളുണ്ടാക്കിക്കൊണ്ടൊരു മുസ്ലിം വിരുദ്ധ മുഗളന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടൊരു മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ചിരുന്നു. അതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ ക്രിസ്തുമതത്തിനോടും ഉണ്ടായിരുന്നു. കാരണം ഈ രണ്ട് മതങ്ങളും ഉണ്ടാക്കുന്ന മതപരിവർത്തന ഭീതി ഉണ്ടായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും കൊളോണിയൽ വിരുദ്ധം എന്ന് പറയുമ്പം തന്നെ ഇതിനകത്തുള്ളൊരു ആന്തരിക അർത്ഥം നമ്മൾ കാണാറില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ദേശീയമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഋഷി പാരമ്പര്യമെന്നോ ജ്ഞാനപാരമ്പര്യമെന്നോ ഒക്കെ പറയാവുന്ന വലിയൊരു നിര ഇന്ത്യയിലുണ്ടെങ്കിൽ അതിൽ വളരെ വ്യത്യസ്തനായ ഒരു ഗുരുവാവുന്നതിന് കാരണം അദ്ദേഹത്തിന് മതപരിവർത്തന ഭയമില്ലായിരുന്നു എന്ന് മാത്രമല്ല, മതപരിവർത്തനം മനുഷ്യരുടെ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ഒരാളാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ നവോത്ഥാനം എന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ആളാണ് ചട്ടമ്പിസ്വാമികൾ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് ബ്രാഹ്മണാധിപത്യത്തെ എതിർത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ക്രിസ്തുമതത്തിലെ വരാൻ പോകുന്ന ഒരു ശത്രുതയായി കണക്കാക്കിക്കൊണ്ട് ക്രിസ്തുമതമാണ് വരാൻ പോകുന്ന കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ മുൻധാരണ വെച്ചുകൊണ്ട് അദ്ദേഹം അതായത് മതപരിവർത്തനത്തിനെ മുൻകൂർ തടയണമെന്ന് പറയുന്ന ഒരു സങ്കല്പം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ മതപരിവർത്തന ഭയമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഏത് മതവും ഒന്നാണെന്നും ഏത് മതത്തിലുണ്ടെങ്കിൽ തന്നെ അതിൽ തന്നെയുള്ള അപരർ അംഗീകരിക്കപ്പെടണമെന്നും അപരൻ എന്ന് പറയുന്നത് സ്വയത്തിൻ്റെ തന്നെ ഭാഗമാണ്, സ്വയം തന്നെ ഉൾക്കൊള്ളപ്പെടുന്നതാവുന്നത്, സ്വയം സമ്പൂർണ്ണമാവുന്നത് അപരനെയും കൂടി ഉൾക്കൊള്ളുന്നതാണെന്നുള്ള വളരെ വിശാലമായ ഒരു ലോക തത്വചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ജാതി വ്യവസ്ഥ പോലുള്ള വർണ്ണവ്യവസ്ഥ പോലുള്ളതിനെ എതിർത്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ കാര്യമായിട്ടാണ് ഇന്ത്യയിലെ പൗരാണിക മുനിമാരും ഒക്കെ കണ്ടത്. ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും നിലനിന്നതാണ് ഇന്ത്യയുടെ സംസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ബ്രാഹ്മണരുടെ രക്ഷാകർത്തൃത്വത്തിൽ നിലനിന്നിരുന്ന അവർക്ക് മാത്രം ഉച്ചരിക്കാൻ കഴിയുന്ന വേദപാരമ്പര്യമാണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സനാതനധർമ്മത്തെയും ജാതിവ്യവസ്ഥയെയും വർണ്ണാശ്രമധർമ്മങ്ങളെയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഋഷിപാരമ്പര്യത്തിൽ നിന്ന് മാറി അദ്ദേഹം വർണ്ണവ്യവസ്ഥയെയും ജാതി വ്യവസ്ഥയെയും നിരാകരിക്കുകയും കൊളോണിയലിസ്റ്റുകൾ പോലും നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ കാലത്താണെങ്കിൽ ശാംബുകൻ, അദ്ദേഹം തന്നെയാണ് ശാംബുകൻ, കീഴാളരിൽ നിന്ന് ഉയർന്നു വന്ന മുനിയാണ് അദ്ദേഹം.
അദ്ദേഹം കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നതിലൂടെ ജാതി വ്യവസ്ഥയെയും വർണ്ണവ്യവസ്ഥയും എതിർക്കുന്ന പോലെ തന്നെ മതം എന്ന് പറയുന്ന പുതിയ കാലത്തെ മതം എന്ന് പറയുന്നൊരു വിമോചനമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സെമറ്റിക് മതങ്ങൾ ഇവിടെ വികസിച്ച് വന്നത്, അല്ലാതെ ഒരു അതിക്രമകാരമായിട്ടല്ല. അല്ലെങ്കിൽ കോടാനുകോടി ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് അധസ്ഥിത പിന്നോക്ക ജാതികളിൽ നിന്ന് വന്നവരാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിം ജനവിഭാഗങ്ങളും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും. വളരെ ചെറിയൊരു ന്യൂനപക്ഷം ചിലപ്പോൾ സവർണരിൽ നിന്നോ ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഇന്ത്യയിലെ അതിവിശാല ബഹുജനങ്ങൾ, ഇന്ന് കാണുന്ന ബഹുജനങ്ങളെല്ലാം കീഴാള സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവരൊക്കെ മതപരിവർത്തനത്തിലേക്ക് പോയതിന് കാരണം അതൊരു വിമോചനക്രിയ ആയതുകൊണ്ടാണ്. കാരണം ഹിന്ദുമതം എന്ന് പറയുന്നത് ശാശ്വതമായ അടിമത്തമാണെന്ന് അറിയാവുന്നതുകൊണ്ട്, അല്ല തിരിച്ചറിഞ്ഞുകൊണ്ട് സമത്വത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വഴി നടക്കാനുള്ള അവകാശത്തിനൊക്കെ കൂടിയാണ് പലരും മതപരിവർത്തനം നടത്തിയത്. പക്ഷേ ഈ മതപരിവർത്തനത്തെ തടഞ്ഞു നിർത്തുക എന്നൊരു പ്രൊജക്റ്റും കൂടിയായിരുന്നു ആദ്യകാല ഹൈന്ദവ നവോത്ഥാനത്തിനുണ്ടായിരുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഹൈന്ദവ നവോത്ഥാനത്തിന് പൂർണ്ണമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മതപരിവർത്തനത്തിലേക്ക് തടഞ്ഞു നിർത്തുക എന്നൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റ് അംഗീകരിക്കാത്ത ഒരു വ്യക്തിയും കൂടെയായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്തു? അള്ളാവിനെ പറ്റിയായാലും ക്രിസ്തുവിനെ പറ്റിയും അതേപോലുള്ള സർവ്വമതങ്ങളുടെ സാഹോദര്യത്തെപ്പറ്റിയും ചിന്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം, ഇന്ന് ലോകത്തിലെ ഏറ്റവും സജീവമായ ദർശനമാണ് അപരസങ്കല്പങ്ങൾ. ആ സങ്കല്പങ്ങളിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതിന് കാരണം അത് അദ്ദേഹം ഹൈന്ദവ ജ്ഞാനവ്യവസ്ഥയിൽ നിന്നല്ല, അല്ലെങ്കിൽ വേദ ഉപനിഷത്ത് അടക്കമുള്ള, അല്ല ആധ്യാത്മം പറഞ്ഞ പോലെ എന്താണ് മറ്റേ ഇന്ത്യയിലെ ജ്ഞാനവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ശ്രീ ശങ്കരൻ ഉൾക്കൊള്ളുന്ന അദ്വൈതമാണ്. അദ്വൈത ദർശനത്തിൽ നിന്ന് വരുന്നതിന് പകരം ഇന്ത്യയിലെ അതിവിപുലമായിട്ടുള്ള കീഴാള സാമൂഹിക വ്യവഹാരങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ എന്താ പറയുന്ന ഒരു അബ്രാഹ്മണികമായിട്ടുള്ള ഒരു ശ്രമണം എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക ജ്ഞാനധാരയാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. ഈ ശ്രമണധാരയുടെ ഒരു പ്രത്യേകത, അതെപ്പോഴും വിശ്വാസമുള്ളവരായിരിക്കാം, അല്ല വിശ്വാസം നിരാകരിക്കുന്നവരും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ആത്മീയതയുടെ തിണർവായിട്ടും ദൈവവുമായിട്ട് വ്യക്തിക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുമെന്നും ഒരു ഇൻ്റർമീഡിയേറ്റർ ഇല്ലാതെ തന്നെ ദൈവത്തോട് നമുക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്ന വളരെ വികസിതമായൊരു വൈജ്ഞാനിക ആധ്യാത്മിക രൂപമായിരുന്നു ഇന്ത്യയിലെ ശ്രമണ ജ്ഞാനവ്യവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അബ്രാഹ്മണിക ജ്ഞാനവ്യവസ്ഥ. ശ്രീബുദ്ധൻ മുതൽ നിരവധി പേര്, കബീറുണ്ട്, തുക്കാറാമുണ്ട്, അങ്ങനെ ഇന്ത്യയിലെ വിശാലമായ പ്രദേശങ്ങളിലൊക്കെ ഒരു ആത്മീയ ധാരയും അവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ജനകീയരുമായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിന് മുമ്പ് തന്നെ ഈ സന്യാസി ഭാര്യന്മാരുടെ ഒരു പ്രത്യേകതയല്ല, ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ജനകീയ വ്യക്തിയും കൂടിയായിരുന്നു. ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ തിരുമൂർത്തി എന്നാണ് അദ്ദേഹം മരിച്ചപ്പോൾ കുമാരനാശാൻ എഴുതി. അങ്ങനെ ആയിരക്കണക്കിന് പേർക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ശ്രീനാരായണ ഗുരു പറയണത്, നമുക്ക് സഹോദരൻ അയ്യപ്പൻ എഴുതിയൊരു പാട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നമ്മളെ നയിക്കാൻ പടനായകനില്ലാതായിപ്പോയല്ലോ എന്ന് പറയുന്ന പോലെ, അതുവരെയും ജാതി പ്രശ്നമുള്ളതുകൊണ്ട്, ജാതി വ്യവസ്ഥ തന്നിരുന്ന കീഴായ്മ കൊണ്ട് തലയുയർത്തിപ്പിടിക്കാനോ സ്വന്തം ഇടം പ്രഖ്യാപിക്കാനോ കഴിയാത്ത ജനവിഭാഗങ്ങളെ വലിയ മനുഷ്യ പദവിയിലേക്ക് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ നായകത്വത്തിൻ്റെ പ്രത്യേകത. അതാണ് അദ്ദേഹത്തെ പടനായകനായിട്ടും മുനിയായിട്ട് വിളിക്കുമ്പോൾ തന്നെ സ്വാമി തപ്പാദങ്ങൾ എന്നാണ് അനുയായികൾ അദ്ദേഹം വിളിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വിളിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പടനായകനായിട്ട് കണ്ടുകൊണ്ട് വിശാലമായ ബഹുജനങ്ങൾക്ക് ഒരു സമര നേതൃത്വവും കൂടിയായിരുന്നു. അത് ആത്മീയ നേതൃത്വം മാത്രമല്ല, ഒരു ഭൗതിക നേതൃത്വവും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നത്. എങ്ങനെയാണ് അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയും? തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, വ്യവസായങ്ങൾ വേണം, കച്ചവടങ്ങൾ വേണം. ഇതിനെപ്പറ്റിയൊക്കെ ഭാവന ചെയ്ത മറ്റുള്ളൊരു സന്യാസികൾക്കും ഇല്ലാത്ത ഭാവനകളും ഉണ്ടായി. നമുക്കറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ സംസ്കാരമാണല്ലോ നമ്മളൊക്കെ അനുകരിക്കുന്നത്. ലോകം മുഴുവൻ അനുകരിക്കുന്നതിൽ വലിയ പങ്ക് ആധുനിക സംസ്കാരം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലാണ്. ഈ ഫ്രാൻസിലാണ് ആദ്യമായിട്ടൊരു
വ്യാവസായിക പ്രദർശനം നടത്തുന്നെങ്കിൽ രണ്ടാം പ്രദർശനം ഇന്ത്യയിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവാണ് നേതൃത്വത്തിൽ നടത്തിയെന്ന് നോക്കണം. വ്യാവസായിക പ്രദർശനം അതിനർത്ഥം തന്നെ സമൂഹത്തിൻ്റെ വരാൻ പോകുന്ന മുന്നേറ്റം വ്യവസായത്തിലൂടെയും തൊഴിലിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും പദവി മേടിച്ചെടുക്കലിലൂടെയാണെന്നുള്ള വളരെ ഭൗതികവാദപരമായൊരു കാഴ്ചപ്പാടും കൂടി അദ്ദേഹത്തിന് പുലർത്താൻ കഴിഞ്ഞു. അങ്ങനെ കൊണ്ട് ഒരു ആത്മീയ വിമോചകൻ എന്ന പോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള നമ്മുടെ ഒരു ഉന്നതിക്ക് വേണ്ടി മാറ്റത്തിന് വേണ്ടിയും കൂടെ പ്രചോദനമാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇന്നും നമ്മളെപ്പോലുള്ള ജനവിഭാഗങ്ങൾക്ക് നമ്മളെപ്പോലുള്ള സമൂഹത്തിനകത്ത് പലപ്പോഴും അധസ്ഥിതമായിട്ടോ ന്യൂനപക്ഷങ്ങളോ ആയി ചിത്രീകരിക്കപ്പെടുകയും പലതരത്തിലുള്ള കുറ്റാരോപണങ്ങൾക്ക് വിധേയരാകുകയും മർദ്ദനങ്ങൾക്ക് വിധേയരാകുകയും ഒറ്റപ്പെടിയിലിനും തുരത്തി ഓടിക്കലിനെയും വിധേയമാവുന്ന അംഗീകരിക്കപ്പെടാത്തവരൊക്കെ ആയ ജനവിഭാഗങ്ങൾക്ക് ഇന്നും അദ്ദേഹം ഇത്രമാത്രം പ്രചോദനമായി മാറുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു കേരളത്തിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ശ്രീനാരായണ ഗുരുവിനെ പറ്റിയൊക്കെ ഒരു കാഴ്ചപ്പാട്, കാരണം കേരളം എന്ന് പറയുന്ന ഒരു പുരോഗമന സമൂഹമാണ്. ഈ പുരോഗമന സമൂഹം എന്ന് പറയുന്നതിനെപ്പറ്റി നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇവിടെ പ്രത്യേകിച്ച് സവർണ കേന്ദ്രീകൃതമാണ്. സവർണരാണ് നമുക്ക് വേണ്ടി മിക്കവാറും ഒക്കെ എഴുതിയത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയൊക്കെ എഴുതിയതൊക്കെ ആദ്യകാലത്ത് സവർണർ തന്നെയാണ്. അവർ അടിസ്ഥാനപരമായിട്ടും ശ്രീനാരായണനെ ഈ പറഞ്ഞ പോലെ ശങ്കര ദർശനമായിട്ടോ അല്ലെങ്കിൽ ശങ്കരൻ്റെ അദ്വൈതമായിട്ടോ അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൽ കണ്ടുപോയപ്പോൾ വിമതരായ ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് ദലിത് മുസ്ലിങ്ങൾ ഇവരിൽ നിന്ന് വന്നിട്ടുള്ള ഈഴവരിൽ നിന്ന് തന്നെ വികസിച്ച് വന്നിട്ടുള്ള വിമതരായ ബുദ്ധിജീവികൾ, വളരെ ശക്തരായ സാമൂഹ്യ വിപ്ലവകാരികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അവർണ പക്ഷാന്തരം. അദ്ദേഹം ഒരു കേവലമായൊരു ഹിന്ദു സന്യാസി അല്ലെന്നും അദ്ദേഹം ഒരു ഒരു കീഴാള വിജ്ഞാനിയാണെന്ന് കണക്കാക്കിക്കൊണ്ടും അദ്ദേഹം ഹൈന്ദവതയെ പ്രതിനിധീകരിക്കുമല്ലോ എന്നുള്ളത് ധീരമായി പറഞ്ഞത് അക്കാലത്ത് സഹോദരൻ അയ്യപ്പനും പിന്നീട് ഇന്ന് വരെ നീളുന്ന വലിയൊരു ബൗദ്ധിക നിരയും സാമൂഹ്യ വിപ്ലവകാരികയും കൂടെ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതായത് സവർണർ അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമായി ചുരുക്കിക്കൊണ്ട്, സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്ന വാക്കിനൊരു വലിയ കുഴപ്പമുണ്ട്. സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലച്ചു പോയതാണ് എന്നുള്ള അർത്ഥം വരും. കാരണം സാമൂഹ്യ പരിഷ്കരണം നമുക്ക് ആവശ്യം വരുന്നത് തന്നെ നമ്മുടെ സമൂഹം ഒരു പുരോഗമന സമൂഹമായി മാറുന്നതിന് മുമ്പാണ്. അതായത് ഇപ്പം നമ്മൾ ഇന്ദുലേഖ എന്ന് പറഞ്ഞ നോവൽ നോക്കുക, ആ നോവൽ സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ സാമൂഹ്യ പരിഷ്കരണം ആഴത്തിലേക്ക് നോക്കുവാണെങ്കിൽ സവർണരുടെ കുടുംബ പരിഷ്കരണമാണ് അവർ പറയുന്നത്, സമൂഹം പരിഷ്കരിക്കുന്നതെന്നല്ല പറയുന്നത്. അതാണ് സത്യം. അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താവായി ശ്രീനാരായണ ഗുരുവിനെ പ്ലേസ് ചെയ്തപ്പോൾ, അദ്ദേഹത്തെ സ്ഥാനപ്പെടുത്തിയപ്പോൾ അർത്ഥം എന്താണ്? പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടപ്പോഴാണ് അങ്ങനെയുള്ള സ്ഥാനപ്പെടുത്തൽ വന്നത്. അവർ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ശ്രീനാരായണനെ സ്വീകരിക്കും, അയ്യങ്കാളിനെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് സ്വീകരിക്കും, ആരെയും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ സാമൂഹ്യ പരിഷ്കർത്തൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതവിടെ നിലച്ചുപോയി. പുരോഗമന സമൂഹം ഉണ്ടാവുകയും കർഷക പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും യൂണിയനുകളും ഉണ്ടായതോടുകൂടി അവരൊക്കെ ചുവരിൽ വെക്കേണ്ട ചിത്രങ്ങളായി മാറി. അവർക്ക് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് അവരുടെ ക്ഷേത്രങ്ങളോ അവരുണ്ടാക്കിയ ചില സ്മാരകങ്ങളിൽ പോയി അർച്ചനയും പൂജയൊക്കെ നടത്തി പോരാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരെപ്പറ്റി നമുക്ക് ചില സ്മരണകൾ നടത്താം. സാമൂഹ്യമായ ഉത്തരവാദിത്വവും അവരുടെ കർമ്മമണ്ഡലം തിരോഭവിച്ചു എന്നാണ് ആ വാക്കിനർത്ഥം. അത് നമുക്ക് EMSൻ്റെ ഒക്കെ പുസ്തകം വായിച്ചാൽ കൃത്യമായിട്ട് പറയാം. EMS എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത് കേട്ടോ. പറഞ്ഞെന്ന് മാത്രമേ നോക്കുവാണെങ്കിൽ വരികൾക്കിടയിൽ വായിച്ചാൽ അദ്ദേഹത്തെ തരം താഴ്ത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വരികൾക്കിടയിൽ വായിച്ചാൽ നേരത്തെ ഒഴിവെടുത്തുന്നു. കാരണം എന്താണ്? അദ്ദേഹം പറയുന്ന ഇനിയുള്ള കാലം മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള സമരം നടക്കാൻ പോകുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നും ഈ ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യത്തിനൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ അംഗീകരിക്കണം. കാരണം എന്നാ, ഈഴവരും കീഴാള ബഹുജനങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുക്കുന്നു സാമൂഹ്യ പരിഷ്കർത്താവ്. അത് അങ്ങനെ പറയുമ്പോഴൊരു പ്രശ്നം പറഞ്ഞില്ല, അത് നിലച്ചു പോയി, അവിടെ നിന്നു. തൊട്ടടുത്ത് എന്തുകൊണ്ടാണ് നേരിട്ട് ശ്രീനാരായണ ഗുരു എന്നുള്ള ഒരു സ്ഥാനം, ഒരു ഔദ്യോഗിക സ്ഥാനം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവിടെ വരുന്ന ചിത്രം പി കൃഷ്ണപിള്ളയുടെയും EMSൻ്റെയും ആവുന്നതിന് കാരണം സാമൂഹ്യ പരിഷ്കരണം നിലച്ചു പോയി, ഇവർ ചരിത്രത്തിൽ അപ്രസക്തരായി പോയി എന്നുള്ള അർത്ഥത്തിലാണ് കേരളം കൊണ്ടുപോയെങ്കിൽ ഇതിനെ പൊളിച്ചെഴുതിയത്,
ഇങ്ങനെ നിശ്ചലപ്പെടുത്താൻ കഴിയുന്നല്ല. സാമൂഹ്യ വിപ്ലവമാണ്, സാമൂഹ്യ പരിഷ്കരണമല്ല, സാമൂഹ്യ പരിഷ്കർത്താവല്ല, അദ്ദേഹം സാമൂഹ്യ വിപ്ലവകാരിയാണ്, അദ്ദേഹം ദാർശനികനാണ്, ചിന്തകനാണെന്ന് കേരളത്തിൽ പറഞ്ഞ് സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് തന്നെയുള്ള സഹോദരൻ അയ്യപ്പനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അക്കാലത്ത് തന്നെയുണ്ട് മഹത്തായ ഈഴവ സമുദായത്തിലെ വളരെ പ്രഗത്ഭരായ മനുഷ്യർ. അവരെല്ലാം ഹിന്ദുമതത്തെ, ഈഴവ സമുദായത്തെയും ദലിത് സമുദായത്തെയും ഹിന്ദുമതത്തിൽ തളഞ്ഞു കിടക്കേണ്ടുന്ന ഒരായിട്ടല്ല പറഞ്ഞത്, മറിച്ച് അവർക്കിഷ്ടമുള്ള മതത്തിലേക്ക് അവർക്ക് പോകാം എന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മതം നിങ്ങൾക്ക് മാറണമെങ്കിൽ മാറണം, അപ്പോൾ തന്നെ മാറണം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ ഇന്ത്യയിലെ അസ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള, ഇന്ത്യയിലെ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള സങ്കല്പം ഉയർത്തിയ ഇന്ത്യയിലെ അപരജനങ്ങൾ അഗാധമായി പുറന്തള്ളപ്പെട്ട്, ചരിത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ വീണ്ടും വികസിച്ച് വരണം, അവർക്കിനിയും കാലമുണ്ടെന്ന് പറഞ്ഞ ഉള്ളടക്കമുള്ള ശ്രീനാരായണ ഗുരുവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവരുടെ പേര് പറയുന്ന ഒപ്പം തുല്യ സ്ഥാനമുള്ള അയ്യങ്കാളിയും പൊയ്കലപ്പച്ചനടക്കം മഫ്തി തങ്ങളടക്കമുള്ളവരെല്ലാവരും സാമൂഹ്യ പരിഷ്കർത്താക്കളായി മാറിയാണെങ്കിൽ അവിടെ നിന്ന് പോയി ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ, ഞങ്ങളുടെ രക്തസാക്ഷികൾ, ഞങ്ങളുടെ കൊടികൾ എന്ന് വരുന്ന അർത്ഥമായിരുന്നെങ്കിൽ, ഈ അർത്ഥത്തെ പൊളിച്ചത് വീണ്ടും നമ്മളെപ്പോലുള്ളവർക്ക് നമ്മുടെ പ്രശ്നം അതല്ല, നമ്മൾ വീണ്ടും പ്രശ്നം അനുഭവിക്കുന്നു, ഇവൻ്റെ കൊടിയുടെ കീഴിലോ പോയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് നമ്മുടെ തന്നെ ഒരു അംഗീകാരം ആവശ്യമുണ്ട്, നമ്മൾ തന്നെയാണ് അപരത്വത്തെ തിരിച്ചറിഞ്ഞ് അപരത്വത്തെ അപരരല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യത വന്നപ്പോഴാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മ പുതുക്കലായിട്ടല്ല നമ്മൾ ചെയ്തത്, പുതിയൊരു ഓർമ്മയായിട്ട് പുനർനിർമ്മിക്കുക തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇതൊരു ശക്തി ഉണ്ടാകുന്നതെന്നും ഇതൊരു ബഹുജന മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ബുദ്ധിജീവി പ്രവർത്തനമല്ല ശ്രീനാരായണ ഗുരുവിന് വേണ്ടി നമ്മളിപ്പം ചെയ്യുന്നത്. ശരിയായിരിക്കും, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ബഹുജന പ്രവർത്തനമായി മാറുന്നു. ന്യൂനപക്ഷങ്ങൾക്കേക്കും പിന്നോക്കക്കാരിലേക്കും പല വിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, സവർണർക്കടക്കമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആക്ടിവിസമായിട്ട്, ഒരു പ്രാക്ടീസായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട് ഇന്ന് ശ്രീനാരായണ ഗുരുവിന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഞാൻ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം കേരള സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള വൈവിധ്യമെന്ന് പറയുന്ന ഒരു സമൂഹമാണ് വരുന്നത്, ഏക സ്വഭാവമല്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ലാഞ്ചനകൾ തന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല റൂട്ടുകൾ തന്നെ നോക്കുക. ഇന്ത്യയിൽ എല്ലാ കാലത്തും ചരിത്രം വിസ്മരിച്ച് കളയുക, എപ്പോഴും താഴ്ന്ന തട്ടിൽ നിന്ന് വരുന്ന, ഞാനിപ്പം അദ്ദേഹം പറയുന്ന ദ്രാവിഡ സമൂഹത്തിൻ്റെ, ഇന്ത്യയിലെ പ്രത്യേകിച്ച് തെക്കൻ ഈ ഇന്ത്യയിലെ വിദ്യാപർവ്വതം എന്ന് പറയുന്ന ഇന്ത്യയിലെ പഴയ പുരാണങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണരെത്താത്ത പ്രദേശങ്ങൾ ആണ് വിന്ധ്യാപർവ്വതം എന്ന് പറയുന്നതിൻ്റെ താഴോട്ടുള്ള നമ്മൾ താമസിക്കുന്ന ആന്ധ്രാപ്രദേശ് മുതൽ കേരളം വരെയുള്ള സ്ഥലം, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇതൊക്കെ ഒരുതരം പിശാച് മേഖലകളാണ്. അതായത് ഭൂമിശാസ്ത്രപരമല്ല, ഭൗമ സിദ്ധാന്തപ്രകാരമാണെങ്കിൽ ബ്രാഹ്മണർക്ക് മേധാവിത്വമുണ്ടാവാത്ത സ്ഥലങ്ങളെയൊക്കെ പിശാച് ബാധിച്ച ഒരു സ്ഥലമായിട്ടാണ് പുരാണങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വന്ന് കീഴടക്കി ഇവിടെയുള്ള അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ് പറയുന്നത് പരശുരാമൻ. ഇങ്ങനെയൊക്കെയുള്ള ഭൂപരമായിട്ടും ജനസംഖ്യാപരമായിട്ടും അപരവൽക്കരിച്ച് കിടക്കുന്ന ജനവിഭാഗങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യമായ കാഴ്ചപ്പാടിലൂടെ ഉയർത്തി വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹൈന്ദവ മീമാംസയായിട്ടോ ബ്രാഹ്മണ ശ്രേഷ്ഠതയായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമണ ചിന്തകരും ശ്രമണ ബഹുജന നേതാവും അതുപോലെ തന്നെ ബഹുജന നേതാവായിട്ട് നിലനിൽക്കാനും കഴിഞ്ഞത് അദ്ദേഹം ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഈ സാമൂഹ്യ വിപ്ലവം എന്ന് പറഞ്ഞത് അവസാനിച്ചിട്ടില്ല. നമ്മൾ ജാതി വ്യവസ്ഥ പോകുന്നവരെയും വർണ്ണവ്യവസ്ഥ പോകുന്നവരെയും ന്യൂനപക്ഷ പീഡനങ്ങൾ പോകുന്നവരെയും ഒക്കെ തന്നെ സാമൂഹ്യ വിപ്ലവം തുടരേണ്ടി വരും. അത് രാഷ്ട്രീയ സ്വഭാവം ആർജിച്ചിട്ടുണ്ടാവാം, എങ്കിൽ പോലും ഇന്ത്യയിൽ അതിശക്തമായൊരു സാമൂഹ്യ വിപ്ലവ ധാരയുണ്ട്. ആ ധാര അടിത്തട്ടിലെ ജനങ്ങൾ തന്നെയാണ്
വികസിപ്പിച്ചെടുക്കുന്നത്. മറ്റുള്ളവർക്ക് ആർക്കും വികസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഹോദരനയ്യപ്പൻ, ഞാനൊരു വാക്ക് അദ്ദേഹം സഹോദരനയ്യപ്പൻ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, വായിക്കാം. കാരണം നമ്മൾ പലപ്പോഴും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിനകത്ത് നടക്കുന്ന ഇതിനെ, സമൂഹത്തിലെ ആശയങ്ങൾ പലപ്പോഴും താഴ്ന്ന തട്ടിലുള്ളവർക്കാണ് ആവശ്യമെന്ന്, നെസസറി അവർക്കാണ് എന്നുള്ളൊരർത്ഥത്തിൽ തന്നെ അക്കാലത്ത് തന്നെ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരുടെ അനുയായികളായ ശിഷ്യന്മാരായ സഹോദരനയ്യപ്പനൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ അനുഗുരുവിൻ്റെ ഒപ്പം നിന്ന പ്രധാനപ്പെട്ട ചിന്തകർ. അവർ ഇന്ത്യയിൽ അപ്രസക്ത, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുള്ളത്, അവർ സമുദായങ്ങളെ സാങ്ഷൻ ചെയ്തു. സമുദായമുണ്ടെന്നുള്ള വസ്തുത അംഗീകരിച്ചു. മറിച്ച് മേൽജാതി സമൂഹങ്ങൾ നമുക്കറിയാവുന്ന പോലെ അയ്യങ്കാളിയുടെ കാലത്ത് അയ്യങ്കാളിയുടെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. സാധുജന പരിപാലന സംഘം എന്നാണ് പേര്. SNDPയുടെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഏറെക്കുറെ അതേയൊക്കെ കാലത്ത് തന്നെ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാവുന്നു, ക്രിസ്ത്യാനികളുടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ കേരളത്തിൽ പല മൂവ്മെൻറ്റുകളുണ്ടെങ്കിലും പലതരത്തിലുള്ള സമുദായങ്ങളും മതങ്ങളും ഏകീകരിക്കപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ഈ മുഗൾ സമുദായങ്ങൾ, മേലാളിത്ത സമുദായങ്ങൾ അടച്ചു പിടിച്ചിരുന്നു. കാരണം അവരെ ഒന്നിച്ചാൽ മതി. അതിനാണ് സാംസ്കാരിക സമന്വയവാദം എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെയുണ്ട്. അതായത് കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ആത്മാവ് നിലനിൽക്കുന്നത്, ഇവിടെ നിലനിൽക്കുന്ന മതമൈത്രിയും മതസഹിഷ്ണുതയും സാംസ്കാരിക മൈത്രിയൊക്കെ കൽപ്പിക്കുന്നത് 3 മതങ്ങളുടെ ഒരു പൗരോഹിത്യ വിഭാഗങ്ങൾ, ഒരു പുരോഹിതൻ, ഒരു ക്രൈസ്തവ പുരോഹിതൻ, ഒരു മുസ്ലിം പുരോഹിതൻ, ഒരു പൂജാരി, ഒരു ഹിന്ദു പൂജാരി, ഇങ്ങനെ ഒരു ചിത്രം തന്നെ നമുക്കെപ്പോഴും അറിയാം. ഇങ്ങനെയാണ് നമ്മുടെ ഔദ്യോഗികമായ പ്ലോട്ടുകളിലൊക്കെ വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് മതങ്ങളിങ്ങനെ ഏകീകരിച്ചാൽ സമുദായം എന്ന് പറയുന്ന വസ്തുത ഉണ്ടാവണം നിർബന്ധമില്ല. സമുദായം കുറച്ചും കൂടെ ഡെമോക്രാറ്റിക്കും സമൂഹത്തിനകത്ത് എപ്പോഴും ജനാധിപത്യത്തോട് എപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നതും സ്വത്തും പദവികളും പലതും ഉൾക്കൊള്ളാൻ പറ്റും. മതത്തെക്കാളും ശക്തമായ ഒരു പ്രതിദാന സ്വഭാവം ആധുനിക കാലത്ത് സമുദായത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിലൂടെ വന്ന ചിന്തകരും സാമൂഹ്യ വിപ്ലവകാരികളുമാണ് കേരളത്തിൽ സമുദായമെന്ന് പറയുന്നൊരു വസ്തുതയെ ചൂണ്ടിക്കാണുകയും ആ സമുദായങ്ങൾ സമുദായങ്ങളുടെ അവശത പോകുമ്പോഴാണ് ജാതിവ്യവസ്ഥ പോകണമെന്നും ഒരു രാഷ്ട്രീയ സമൂഹമായി നമ്മൾ വികസിക്കുകയും രാഷ്ട്രത്തോട് അവകാശം ചോദിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇപ്പം ചട്ടമ്പി സ്വാമിയൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ മേലാളിത്ത സമൂഹത്തിൽ നിന്ന് വന്നവരെല്ലാം സാമൂഹ്യ വിപ്ലവം പറഞ്ഞിട്ടുണ്ട്, പരിവർത്തനത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയമായി ദേശത്തോട് നമുക്ക് ചോദ്യം ചെയ്യാൻ നമ്മുടെ ഒരു സാമുദായിക കർത്തൃത്വത്തെ അംഗീകരിച്ച് പോയതിൽ ശ്രീനാരായണീയന് ശേഷമുള്ള കീഴാളർക്കാണ് കഴിഞ്ഞത്. അതിൽ സഹോദരനയ്യപ്പൻ പറഞ്ഞൊരു വാക്ക് മാത്രം വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ സമുദായങ്ങൾ തമ്മിൽ സാമൂഹ്യ സമ്പർക്കമില്ലാതെ ഉച്ചതാഴ്ച വിശ്വാസങ്ങളോടെയും ശുദ്ധാശുദ്ധ വിചാരങ്ങളോടെയും കൂടി ജീവിക്കുന്നു. ഇതിൻ്റെ ഫലമായി താഴ്ന്നവരെന്ന് പറയപ്പെടുന്നവർക്ക് അസ്വാതന്ത്ര്യവും അവശതയും അനുഭവപ്പെടുന്നു. ഈ സ്ഥിതിയിൽ ഓരോ സമുദായത്തിനും സാമുദായികമായും രാഷ്ട്രീയമായും പ്രത്യേക താല്പര്യങ്ങൾ ആവശ്യമായി വരുന്നു. സമുദായം പ്രതി പ്രത്യേക താല്പര്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സമുദായ വ്യത്യാസങ്ങൾ പോയി സമുദായങ്ങൾ ഒന്നിക്കണം. ഈ ഐക്യം സാധ്യമാവുന്നതുവരെ സമുദായങ്ങൾ തമ്മിൽ യോജിപ്പിൽ കഴിയുവാനും ഓരോ സമുദായങ്ങളും മറ്റ് സമുദായങ്ങൾക്കൊപ്പം അധികാരവും അവകാശങ്ങളും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേക അവകാശങ്ങൾ അനുഭവിക്കുന്ന സ്ഥാപിത താൽപ്പര്യക്കാരായ സമുദായക്കാർ യാഥാസ്ഥിതികവും സ്വാഭാവികമായും പുരോഗമന വിരോധികളുമായിരിക്കും. സൃഷ്ടിപരമായ പുരോഗമനാശയങ്ങളും ആദർശങ്ങളും ഇല്ലായ്മക്കാരായ അവശ സമുദായങ്ങളുടെ ഇടയിൽ നിന്നാണ് ഉദയം കൊള്ളുന്നത്. അതുകൊണ്ട് അവശ സമുദായങ്ങൾ അവകാശങ്ങൾ സമ്പാദിച്ചുകൊണ്ട് ശക്തരാകേണ്ടത് അവരുടെ മാത്രമല്ല പൊതുവെ ജനങ്ങളുടെ മുഴുവൻ പുരോഗതിക്ക് അത്യാവശ്യമാണ്. ഈ വാക്ക് അദ്ദേഹം എഴുതിയത് 1946 ഈഴവരുടെ ഒരു മാനിഫെസ്റ്റോ, ഈഴവരുടെ അവകാശ പ്രഖ്യാപന രേഖ എന്ന് പറഞ്ഞ് സഹോദരനയ്യപ്പൻ എഴുതിയൊരു രേഖയുടെ ആമുഖമായിട്ട്, അത് ഗംഭീര രേഖയാണ്, നമ്മളത് വായിക്കേണ്ട. അതിനെയൊക്കെ ഉൾക്കൊണ്ടുവരുന്ന നമ്മുടെ നവോത്ഥാനം, നമ്മുടെ പുരോഗമന സമൂഹം ഇങ്ങനെ ആവില്ലായിരുന്നു. കീഴാള സമുദായങ്ങൾക്ക് തൊഴിലവസരവും തൊഴിലും പ്രാതിനിധ്യവും
ഭൂമിയും അടക്കമുള്ള കാര്യത്തെ വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഈഴവരുടെ ഒരു മാനിഫെസ്റ്റോ സഹോദരൻ അയ്യപ്പൻ ഇറക്കിയിരുന്നു. അതിൽ അദ്ദേഹം കൊടുത്തിരുന്ന ഒരു ആമുഖ തലക്കെട്ടാണ് ഞാൻ വായിച്ചത്. അതിനർത്ഥം എന്താണ്? വരാൻ പോകുന്നത് നമ്മൾ ഹിന്ദുമതത്തോട് മാത്രമല്ല സമരം ചെയ്യുന്നത്, രാഷ്ട്രത്തിലെ അവകാശത്തോടാണ്. ജനാധിപത്യമെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഭൗമിക രാഷ്ട്രമാണ്, ദേശമാണ്. ഈ രാഷ്ട്രത്തോടും ദേശത്തോടും ക്ലെയിം ചെയ്യുന്നവരാവുണ്ട്, അവകാശം ചോദിക്കുന്നവരായി നമ്മൾ മാറണം എന്നാണ് അവശ സമുദായങ്ങളോട് ഇദ്ദേഹം പറയുന്നത്. മറ്റുള്ള പലരും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ, സഹോദരനെ പോലുള്ള വിപ്ലവകാരികളെ, അത് പിന്നീട് ബാലകൃഷ്ണൻ അടക്കമുള്ള വിപ്ലവകാരികളെ പ്രധാനം ചെയ്യാനും നമ്മളെപ്പോലുള്ളവർക്ക് ഇന്നും കർമ്മതീർത്തി ഇത്രയും വളരെ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ പോലും ബഹുജനങ്ങളുടെ അകത്ത് പ്രവർത്തിക്കാനും നമ്മുടെ സമുദായങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നതിന് കാരണം ഈ അവകാശാധികാരമുള്ള രാഷ്ട്രത്തോടും ദേശത്തോടും ചോദിക്കാനുള്ള സാമുദായികമായ അവകാശാധികാര ബോധമുള്ള ഒരു ജനതയാക്കി നമ്മളെ പരിവർത്തനപ്പെടുത്തിയതാണ്. അതിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും നിസ്തുല സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ ദാർശനിക കരുത്തിലാണ് നമുക്കിപ്പം ഇത്രയൊക്കെ കഴിഞ്ഞെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.